കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ഹൃദയാൽ താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നിന്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, നിന്റെ സങ്കടങ്ങളിലേക്ക്, നിന്റെ ആകുലതകളിലേക്ക്, ആശങ്കകളിലേക്ക്, ഭയപ്പാടുകളിലേക്കെല്ലാം ഇറങ്ങി വരുന്ന സമയമായിട്ടിത് മാറണം. മറ്റൊരു വാക്യം പറഞ്ഞാൽ, ഇയാൾ താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ നിന്റെ ജീവിതത്തിലേക്ക് നീ വിളിച്ചിറക്കുന്ന സമയമായിട്ടിത് മാറണം. അവരാഗ്രഹത്തോടും ആദാഹത്തോടും നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ഈ ആരാധനയുടെ ആദ്യ നിമിഷങ്ങളിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒത്തിരി മക്കൾ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ, ഇതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണെന്നറിയാം. ചിന്തിക്കാൻ പറ്റാവുന്നതിനപ്പുറമായ പ്രശ്നങ്ങളിലൂടെയാണ് കുടുംബ ബന്ധങ്ങളൊക്കെ കടന്നു പോകുന്നത്. പുറമെ എല്ലാം സുന്ദരമാണ്, പുറമെ എല്ലാം മനോഹരമാണ്, ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, എല്ലായിടത്തും ഒരുമിച്ച് പോകുന്നുണ്ട്. പക്ഷേ കുടുംബത്തിൻ്റെ യഥാർത്ഥ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്തെല്ലാം അസ്വസ്ഥതകളാണ്, എന്തെല്ലാം പ്രശ്നങ്ങളാണ്, ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കുടുംബങ്ങൾ കടന്നു പോകുന്നത്. 10-20 വർഷങ്ങൾക്ക് ശേഷവും ചില ദാമ്പത്യങ്ങൾ ഡൈവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്. മക്കൾ പറഞ്ഞനുസരിക്കുന്നില്ല, കുടുംബത്തിൽ സമാധാനമില്ല, ലക്ഷങ്ങളും കോടികളുടെ ബാധ്യത കഴിഞ്ഞ 2-3 വർഷം കൊണ്ടൊക്കെ ചില കുടുംബങ്ങളിലായി. എങ്ങനെ ഇതൊക്കെ സംഭവിച്ചെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തുപിടുത്തമില്ല. ഐക്യമില്ലാത്ത കുടുംബത്തിൻ്റെ അവസ്ഥകൾ, സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഒരുമിച്ചുള്ള പ്രാർത്ഥന കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കടന്നു പോകുന്നുണ്ട്. കുടുംബങ്ങളെല്ലാം പ്രത്യേകിച്ച് സമർപ്പിക്കാം. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ ഒരു ആത്മീയ അവസ്ഥ മാത്രമല്ല, ഭൗതിക അവസ്ഥകളെല്ലാം സമർപ്പിക്കാം. സാമ്പത്തിക മേഖലകളൊക്കെ സമർപ്പിക്കാം, വരുമാന മാർഗങ്ങളൊക്കെ സമർപ്പിക്കാം. ഏതെല്ലാം മേഖലകളിലാണോ നിങ്ങൾ കുടുംബമായിട്ട് അസ്വസ്ഥതകൾ നേരിടുന്നത്, അവസ്ഥകളെല്ലാം കർത്താവിന് കൊടുത്ത് ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്കറിയാവുന്ന ചില കുടുംബങ്ങളുണ്ടാകും, നിങ്ങളുടെ തന്നെ മക്കളുടേതാകാം, കൂടപ്പിറപ്പുകളുടേതാകാം, നിങ്ങളറിയാവുന്ന മറ്റാരുടെങ്കിലൊക്കെ കുടുംബങ്ങൾ രക്ഷ പ്രാർത്ഥന ആവശ്യമുണ്ട്. ഇന്നിന്ന പ്രശ്നങ്ങൾ ആ കുടുംബങ്ങളിലുണ്ട്, ഇന്നിന്ന പ്രതിസന്ധികളിലൂടെ ആ കുടുംബം കടന്നു പോകുന്നുണ്ട്. വിവാഹപ്രായമായ മക്കളൊക്കെ ചില കുടുംബങ്ങളിൽ നിൽക്കുന്നുണ്ട്. 10, 28, 30, 40 ഒക്കെ വയസ്സായിട്ടും വിവാഹം നടക്കാത്ത ചില വ്യക്തികൾ കുടുംബങ്ങളിലുണ്ടാകാം. വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നവരൊക്കെ ഉണ്ടാകാം. ചില നിരീശ്വരവാദ ചിന്തകളിലേക്ക്, സ്വതന്ത്ര ചിന്തകളിലേക്കൊക്കെ കടന്നു പോയിട്ട് അതിൻ്റെ സ്വാധീനത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടാകാം. വിശ്വാസം ക്ഷയിച്ചു പോയവർ, പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനൊക്കെ താല്പര്യം നഷ്ടപ്പെട്ടു പോയ കുടുംബാംഗങ്ങളുണ്ടാകാം. നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ എന്താണെന്ന് നമുക്കറിയാം. സമാനമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മാത്രമല്ല ഇത്, എത്രയോ കുടുംബങ്ങൾ കടന്നു പോകുന്നുണ്ട്. സഹോദരങ്ങൾ തമ്മിൽ വഴക്കിട്ട് കഴിയുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്നറിയാമോ? സ്വന്തം കൂടപ്പിറപ്പുകൾ തമ്മിൽ ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുകയും ഒരു പായൽ ഇന്നലകളിൽ കിടന്നുറങ്ങുകയും ചെയ്ത രക്തബന്ധത്തിലുള്ള സഹോദരങ്ങൾ തമ്മിൽ വഴക്കടിച്ച് കഴിയുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്നറിയാമോ? അവിടെ എങ്ങനെ സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവും? അവിടെ എങ്ങനെ ദൈവാനുഗ്രഹം ഉണ്ടാവും? പക്ഷെ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ സമാനമാണെങ്കിൽ നമുക്ക് വേണ്ടി മാത്രമല്ല, സമാനമായ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഇരുകരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും, നമുക്ക് ഏതെല്ലാം കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. വചനം എങ്ങനെയാണ് പറയുന്നത്? പ്രഭാഷകന്റെ പുസ്തകം 33 ഒന്നാമത്തെ വചനം, കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല, ആപത്തിൽ നിന്ന് അവന് അവിടുന്ന് രക്ഷിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവന് ആ കുടുംബങ്ങൾക്ക് അനർത്ഥങ്ങൾ സംഭവിക്കുകയില്ല എന്നും ആപത്തിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിക്കുമെന്നാണ് വചനം പറയുന്നത്. നമ്മുടെ കുടുംബങ്ങളെല്ലാം കർത്താവിൻ്റെ സ്നേഹത്തിലും അവൻ്റെ സംരക്ഷണത്തിലും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ദൈവീക സംരക്ഷണത്തിൽ ഇപ്പോൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ദാമ്പത്യങ്ങൾക്കും മക്കൾക്കും തലമുറകൾക്കും എതിരെ നിൽക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും കർത്താവെ ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ശത്രുവിൻ്റെ ഒരു വ്യാപാരങ്ങളും
ഞങ്ങളുടെ കുടുംബത്തിലോ കുടുംബാംഗങ്ങളിലോ കടന്നു വരാത്ത രീതിയിൽ ഒരു ദൈവിക സംരക്ഷണം ആഗ്രഹിച്ച് എല്ലാ മക്കളും ഒന്ന് സ്തുതിക്കാവോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ കുടുംബങ്ങളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിൽ അങ്ങ് എനിക്ക് തന്ന അധികാരത്തിൻ്റെ കീഴിൽ ഈ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം കുടുംബങ്ങളെ ഓർത്ത് ഈ മക്കൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ കുടുംബങ്ങളെ ചേർത്ത് നിർത്തുന്നു. ലോകമെമ്പാടും ഇരുന്ന് ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. കർത്താവേ, ആയിരക്കണക്കിന് കുടുംബങ്ങൾ, ആ കുടുംബങ്ങളെയും ഇതാ ഞങ്ങൾ ആത്മന വിശ്വാസത്തിൽ ഈ ദിവ്യകാരുണ്യ നാഥന്റെ സ്നേഹത്തിൽ ചേർത്ത് വെച്ച് ദൈവിക സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും യേശുവിന്റെ രക്തത്തിന്റെ സംരക്ഷണം ഉണ്ടാകട്ടെ. ശത്രുവിന്റെ സകല വ്യാപാരങ്ങളും തകർന്നു പോകട്ടെ. പിശാചിന്റെ സകല കെണികളും അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടണമേ. ഈശോയെ, നിന്റെ സ്നേഹത്തിൽ ഇവരെ പൊതിഞ്ഞു പിടിക്കണമേ. ഈ കുടുംബങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. എല്ലാ അസ്വസ്ഥതകളും അഴിയട്ടെ, എല്ലാ തകർച്ചകളും അഴിയട്ടെ, എല്ലാ ബാധ്യതകളും കർത്താവേ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുമേലായിരിക്കുന്നു. നമ്മെ ഒരുമിച്ച് ചേർത്ത കർത്താവിന് നന്ദി പറയാം. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. കാരണം നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ യാചിച്ച നിമിഷങ്ങളായിരുന്നു. നമ്മുടെ പ്രാർത്ഥനകൾക്കും കർത്താവ് ഉത്തരം നൽകി കഴിഞ്ഞു. നമ്മുടെ എല്ലാ സ്വകാര്യ ദുഃഖങ്ങളെ, സ്വകാര്യ സങ്കടങ്ങളെയൊക്കെ ഈശോയുടെ സന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കാം. നമുക്കും നമ്മുടേതായ വേദനകളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് നമ്മുടേതായ സങ്കടങ്ങൾ നമ്മളുള്ളിൽ കൊണ്ട് നടക്കുന്നില്ലേ? ആരുമില്ലാത്തതിൻ്റെ വേദനയും ഭാരമൊക്കെ ഉള്ളിലുള്ളവരുണ്ടാകാം. കൂടെയുള്ളവർ പോലും മനസ്സിലാക്കാത്തതിൻ്റെ സങ്കടമുള്ളവരുണ്ടാകാം. അങ്ങനെ ഒത്തിരിയേറെ എൻ്റെ ജീവിതം എങ്ങും എത്താൻ പറ്റിയില്ലല്ലോ, ആയില്ലല്ലോ, എന്താ എൻ്റെ ജീവിതം ഇങ്ങനെയായി, എന്താ എൻ്റെ കുടുംബം ഇങ്ങനെയായി, ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും നിരന്തരം ഭാരപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും കഴിയുന്നവരൊക്കെ ഉണ്ടാകാം. നിങ്ങളുടെ എല്ലാ അവസ്ഥകളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കാം. നമ്മോടൊപ്പം ഈ ആരാധനയിലും ഈ ശുശ്രൂഷയിലും ഒക്കെ പങ്കെടുത്ത് പ്രാർത്ഥിച്ച അനേകായിരങ്ങളുണ്ട്. ഈശോയെ, അവരെയും അവരുടെ നിയോഗങ്ങളെയും ഇപ്പോൾ നിന്റെ സന്നിധിയിലേക്ക് ഈ മക്കളുടെ പ്രാർത്ഥനകളോട് ചേർത്ത് ഉയർത്തുന്നു. ഇനിയും ചില പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ നിന്റെ പറ്റാത്ത കാരുണ്യം ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രതിപക്ഷം കരങ്ങൾ കൂപ്പിപ്പിടിച്ച് നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ ഒക്കെ സമർപ്പിക്കുക. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ആരെയൊക്കെ മനസ്സിൽ കണ്ടപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരൊക്കെ കണ്ട് പ്രാർത്ഥിക്കുക. ദത്തെടുക്കുക. ഈ മകനെ, മകളെ, കുടുംബത്തെ, കുടുംബത്തിൻ്റെ പ്രത്യേക അവസ്ഥയൊക്കെ നമ്മൾ ആത്മനായി എടുത്ത് ആ വിഷയത്തെ പ്രത്യേകം എല്ലാ ദിവസവും ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. നിശ്ചയമായിട്ടും കർത്താവ് ഇടപെടും. ആ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ആ ബോധ്യത്തോടെ ഏതെല്ലാം വിഷയങ്ങളിൽ ഒരത്ഭുതം കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെ കൊടുത്ത് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.